ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അഗെയിൻ ആരിസ് ടെക് ട്രാവൽ. അപ്പോൾ ഗായ്സ്, ഇന്തോനേഷ്യൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് ഇന്തോനേഷ്യയിലെ ഒരു മ്യൂസിയമിലാണ്. അപ്പോൾ ഇവിടുത്തെ പഴയകാല ആചാരങ്ങളെ കൊണ്ട് അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മ്യൂസിയമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മ്യൂസിയമിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാമറ അലൗഡ് അല്ല. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇവിടുത്തെ 5000 റുപ്പീസാണ്, ഇന്തോനേഷ്യൻ 5000 റുപ്പീസാണ് ടിക്കറ്റ്. ഇതാണ് മ്യൂസിയമിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ 2 ബൊമ്മകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാം. ഇവിടെ ആരും കാണുന്നില്ല. എക്സ്ക്യൂസ് മീ സർ, എൻട്രൻസ്? യാ, താങ്ക് യു. അപ്പോൾ ഇതന്നെയാണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ കയറുമ്പോൾ തന്നെ എന്തോ വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന്. ഇതാണ് ഇവരുടെ മ്യൂസിയമിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് മ്യൂസിയം ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്താണ്, ഇവിടെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഇവർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ. ഇതെന്തോ ജിമ്മിൻ്റെ സാധനമാണ് അതുപോലെ തോന്നുന്നു. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ചപ്പാത്തിൻ്റെ റോളാണ് കേട്ടോ. പൊറോട്ട ചപ്പാത്തി കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഇത് കൈ കൊണ്ട് വരച്ച ഒരു ഫോട്ടോ ആണ്. 1980 വരച്ച ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. നല്ല വിലമതിക്കുന്ന ഫോട്ടോസാണ് ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഏത് കാലത്താണ് വരച്ചോന്നില്ല, പക്ഷേ ഇതിന് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫോട്ടോൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു പണ്ടത്തെ ബ്രിഡ്ജായിരുന്നു. ആ ബ്രിഡ്ജിൻ്റെ ഫോട്ടോ ഇവർ വരച്ചെടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1982. ഇവിടെ വീണ്ടും ഒരു ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ ഇവർ പെയിൻറ്റിങ് ആണ് കേട്ടോ. ഇത് തൊടാൻ പാടില്ല, പക്ഷെ ഇങ്ങനെ കാണിച്ചത് അതെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും. പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഷെയ്ഡിങ്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിക്കാം കേട്ടോ. ഇത് ഇവിടുത്തെ റാണിമാരാണെന്ന് തോന്നുന്നു കേട്ടോ, പണ്ടത്തെ പഴയ കാലത്തെ. ഇതെന്താണ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരാളുടെ മുഖം പോലെ ഉണ്ട് കേട്ടോ. അവിടെ മുകളിലും ഉണ്ട് തോന്നുന്നു കേട്ടോ. മുകളിലേക്ക് ഈ സ്റ്റെപ്പിലൂടെ പോകാൻ പറ്റും. അത് മുകളിലേക്ക് പോയിട്ട് വരാം. നല്ല അടിപൊളി സ്റ്റെയർകേസാണ് കേട്ടോ. ഇതൊക്കെ കുറേ കാലം പഴക്കമുള്ളതാണ് കേട്ടോ. ഇവർ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ ഫോട്ടോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഇത് 1976 കേട്ടോ ഈ ഫോട്ടോസ്. ഇത് നല്ല അടിപൊളി ഉണ്ടല്ലോ. ഇതാണ് മെയിൻ സംഭവം, വോൾക്കാനോ. ഇത് ഏതാണ്? ഇത് ഈ വോൾക്കാനോൻ്റെ ഫോട്ടോ ആണിത്. ഇത് അവർ വരച്ചെടുത്താണ് കേട്ടോ. ഇത് കൈകൊണ്ട് വരച്ചെടുത്തതാണ്, ഫോട്ടോ അല്ല ഇത്. കൈകൊണ്ട് വരച്ചെടുത്താണ് ഇത്. പിന്നെ ഇവിടെ വേറെ എന്താ ഉള്ളത്? ഇവിടെ ഫുള്ള് ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
ഞാൻ നിങ്ങൾ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്നെല്ലാം ഇങ്ങനെ കാണിക്കാം എന്തൊക്കെ ഉണ്ടെന്ന് ഇവിടെ. ഇത് ഇവിടുത്തെ പണ്ടത്തെ കൃഷിൻ്റെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, അത് വരച്ചെടുത്തിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ട്. ഞാൻ നിങ്ങളെ വെറുതെ ഫോട്ടോസ് കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കാണാൻ, അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. ഫോട്ടോസ് കണ്ട് വെറുതെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. അപ്പോൾ ഞങ്ങളിത് ആ സ്റ്റെപ്പിലൂടെ വീണ്ടും താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പോവാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റെയർ കേസാണ് കേട്ടോ. ഇവരിവിടെ പഴയകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. ഇത് കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ പ്ലേസൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരോ മുറിയിലാണ് ഇവർ ഓരോ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നത്. ഇത് ഫുള്ള് പെയിൻറ്റിങ് ആണ് തോന്നുന്നത് ഇവിടെ. ഇവിടെ ഒരു 3D ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. ഇത് പഴയകാലത്ത് എങ്ങനെ ആയിരുന്നു എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ശേഖരിച്ചിട്ട് ഇവിടെ വെച്ചതാണ്. പഴയകാലത്ത് ഇന്തോനേഷ്യ എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ഇവരുടെ ഈ ഫോട്ടോകളും പിന്നെ ഇവിടെ ഈ ആകൃതികളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ബദ്രിയത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൈകൊണ്ട് വരച്ചാണ് കേട്ടോ. ഗ്ലാസിൻ്റെ മുകളിൽ വരച്ചതാണ് ഇതെല്ലാം. ഇത് നോക്കിയാൽ ഇത് മരത്തിനെ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. മരത്തിൻ്റെ പലകയെ കൊത്തിയിട്ട് ഡ്രോയിങ് ചെയ്തതാണ്. ഇവിടെ നാട്ടിലത്തെ ജീഗുജ്ജ ഉണ്ട് കേട്ടോ. ഇതേ അവിടെ ഒന്നുണ്ട്. പക്ഷെ ഇതിന് അത്രയ്ക്ക് മുള്ളില്ല ഞങ്ങളുടെ നാട്ടിലുള്ളത് പോലെ. അതെ, ഇവിടെ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതും പണ്ട് കാലത്തേതാണോ പൂച്ച? ഇത് ആരാ യൂസ് ചെയ്തത് എന്ന് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരും ഈ സാധനവും. ഇത് വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺപാത്രമാണ്. ഇത് സെറാമിക്കിൻ്റെ പാത്രം. പഴയ കാലത്ത് ഏത് ഇസവിയാണെന്നില്ല കേട്ടോ ഇതിൽ, ഏത് കാലത്തെയാണെന്ന്. ഇതുപോലത്തെ പാത്രങ്ങൾ ഇവിടെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്തോനേഷ്യയിൽ. ഇവിടെ വലിയ പാത്രമുണ്ട്. ഇതൊക്കെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് കുറേ കാലം പഴക്കമുള്ളത് പോലെ ഉണ്ട്. ഇവിടുത്തെ രാജാക്കന്മാരെ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ. ഇതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്തെ. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഓ അടിപൊളി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ ബീച്ചിൽ നിന്ന് ഇവർ കളക്ട് ചെയ്താന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് പഴയ കാലത്ത് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പഴയ ഒരു എന്താ പറയുക, കണ്ടിട്ട് കുറേ പഴക്കമുള്ളതുപോലെ ഉണ്ട്. ഇത് ഈ കാണുന്ന സാധനം 100-150 കൊല്ലം പഴക്കമുണ്ടാവട്ടെ. എന്തായാലും അത് നോക്കി അതിൻ്റെ അവസ്ഥ നോക്കി. ഇതിവർ മീൻ പിടിച്ചുകൊണ്ടിരുന്ന വലയാണ്. ഇത് ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒക്കെ ഫുള്ള് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണുള്ളത്. പക്ഷേ ഇത് ഇന്തോനേഷ്യ ഭാഷയാണ്. ലിപി ഇംഗ്ലീഷാണ്, പക്ഷേ ഭാഷ ഇന്തോനേഷ്യനാണ്. ഇവിടെ എല്ലാ മ്യൂസിയമിലും എല്ലാ ഇതിലും ഇന്തോനേഷ്യ ലാംഗ്വേജാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാല ഈ ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയെന്നുണ്ട്. കല്ലല്ല, വേറെന്തോ ആണ്. ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പലക. ഇത് കല്ലുണ്ടാണ് കേട്ടോ, പലക. ഒറ്റ കല്ല് കൊണ്ടുണ്ടാക്കിയ പലക. സ്കേറ്റിംഗ് മോഡലുണ്ട് കാണാൻ. ഇവിടെ ഒരു സെറാമിക് പാത്രമുണ്ട്. ഗ്രാനൈറ്റാണ് കേട്ടോ, ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇതിൻ്റെ അകത്ത് റൂമുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കാണാം. വാ, ഇത് എന്താണിത്? പച്ചക്കുതിരയോ? മരം കൊണ്ടുണ്ടാക്കിയ ഒരു ആകൃതിയാണിത്. ഇത് ഒറ്റ മരം കൊണ്ടുണ്ടാക്കിയാണ് കേട്ടോ. ജോയിൻ്റ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതെന്താ, ഡ്രാക്കുളയോ? വവ്വാല് പോലെ ഉണ്ട്. ഇത് അടുപ്പാണ് കേട്ടോ, പഴയ കാലത്ത്. ഇവിടെ തീയിടുക, എന്നിട്ട് അവിടെ മുകളിൽ പാത്രം വെക്കുക. ഇത് ഞാൻ ഇവിടെ വില്ലേജ് വ്ളോഗ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല ആ സമയത്ത്. ബട്ട് പിന്നീട് അത് കാണിക്കാൻ വേണ്ടി നോക്കി ഞാൻ വീഡിയോയിൽ. എവിടെ കിട്ടിയില്ല എനിക്കത്, ഇപ്പോഴാണ് കിട്ടിയത്.
ഇത് പഴയ കാലത്ത് അടുപ്പാണ്. ഇവിടെ കുറേ ഉണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ 1 മണിക്കൂർ മതിയാവില്ല വീഡിയോസിന്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ട് പോവാണ് ഞാൻ കേട്ടോ. ഇവിടെ ഹിസ്റ്റോറിക്കലായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്തോനേഷ്യയിൽ വന്നാൽ നിങ്ങൾ എന്തായാലും ഇവിടെ ജക്കാർട്ടയിലുള്ള ഈ മ്യൂസിയംസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ, വിസിറ്റ് ചെയ്യണം. ഇതൊക്കെ ഇവിടുത്തെ ആചാരങ്ങൾ സൂചിപ്പിക്കുന്ന മോഡൽസാണ് ഇതൊക്കെ. അടിപൊളി. ഇത് ഹോളാണ് കേട്ടോ. ആ ഹോളിൻ്റെ ഗ്യാപ്പിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ട് കവറപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തൊക്കെയുണ്ട്, ഒരു ആൺബൊമ്മ, ഒരു പെൺബൊമ്മ. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വായിക്കാൻ പറ്റുന്ന ആൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ ഇനി ഇവിടെ ജക്കാർട്ടയിൽ കുറേ മ്യൂസിയംസ് ഉണ്ട്. ഇത് ഫത്തഹില്ല മ്യൂസിയമിനടുത്ത് ഒരു മ്യൂസിയമാണ്. ഫത്തഹില്ല മ്യൂസിയം അപ്പുറത്തുണ്ട്. ഫത്തഹില്ല മ്യൂസിയമിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പഴയ കാലത്തെ ആൾക്കാർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, കാളവണ്ടി, കുതിരവണ്ടി, അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഫത്തഹില്ല മ്യൂസിയമിലുള്ളത്. അപ്പോൾ ഈ മ്യൂസിയം വന്നിട്ട് ഫത്തഹില്ല മ്യൂസിയമിൻ്റെ അടുത്താണുള്ളത്. ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഞാൻ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അകത്തേക്ക് കയറിയതാണ് ഞാൻ. ഗൈസ്, ഇതാണ് കേട്ടോ മ്യൂസിയമിൻ്റെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഇവിടെ ഒരു അഡ്വാൻസ് ആയിട്ട് കാണിച്ചു തരാം. അതൊരു മ്യൂസിയമാണ്. അത് ഇവിടുത്തെ പഴയ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ആളുകളൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കുറച്ച് ഐറ്റംസൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് പോകാൻ പറ്റുമെന്നറിയില്ല. അതിൻ്റെ പേരാണ് ഫത്തഹില്ല മ്യൂസിയം. കാണുന്നതാണ് ഫത്തഹില്ല മ്യൂസിയം. അതിൻ്റെ നേരെ മുമ്പിലാണ് ഈ മ്യൂസിയം വരുന്നത്. ഈ മ്യൂസിയമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. രണ്ട് പീരങ്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ മുമ്പിൽ. അവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം വീണ്ടും. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.